നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ ഒരു പുതിയ ബില്ല് കൊണ്ടുവന്ന് എല്ലായ്പ്പോഴും പോലെ ആ ബില്ലിനെ ഇവിടുത്തെ പ്രതിപക്ഷം, ഇന്ത്യയിലെ പ്രതിപക്ഷം പൂർണ്ണമായിട്ടും എതിർത്തിട്ടുണ്ട്. JPCക്ക് വിടാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് തീരുമാനം എടുത്തു കഴിഞ്ഞു. എന്തായാലും ആ ബില്ല് പാസ്സാവും. പക്ഷേ കുറച്ച് നാൾ മുമ്പേ വരേണ്ട ഒരു ബില്ലാണത്. ബില്ല് എന്തെന്നാൽ ഇവിടുത്തെ മന്ത്രിമാർ, പ്രധാനമന്ത്രി ഉൾപ്പെടെ ആരായാലും 30 ദിവസത്തിൽ കൂടുതൽ ജയിലിൽ കിടക്കേണ്ടി വന്നാൽ ആ സ്ഥാനം തെറിക്കും. എന്ന് വെച്ചാൽ 31ാമത്തെ ദിവസം സ്ഥാനം തെറിക്കുന്ന രീതിയിലാണ് ഒരു ബില്ല് ഭരണഘടന 130 ഭേദഗതി ബില്ലാണ് കൊണ്ടുവന്നേക്കുന്നത്. അന്നേരം സ്വാഭാവികമായിട്ടും ഇത് നടപ്പിലാക്കേണ്ട സാധനം തന്നെയാണ്. കാര്യം തെറ്റ് ചെയ്തിട്ട് ജയിലിൽ പോയി കിടന്ന് മന്ത്രിയായിട്ട് സൂഹിക്കുന്ന കുറേ ആൾക്കാർ ഒരുപാട് ഉദാഹരണങ്ങൾ ഭാരതത്തിലുണ്ടല്ലോ. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാവണം. എന്താ പറയണ്ടേ, ശിക്ഷയാണെങ്കിൽ രാജിവെച്ച് അല്ലെങ്കിൽ ആ സ്ഥാനം പോയിട്ട് പകരം ഒരാൾക്ക് സ്ഥാനം കിട്ടണം. സ്വാഭാവികമായും ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ സ്ഥാനം തെറിക്കുന്നത് എന്തിൻ്റെ പേരിലായിരിക്കാം? അഴിമതി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പെണ്ണ് കേസ്, കൈക്കൂലി വിഷയങ്ങൾ, വലിയ കുംഭകോണങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ തെമ്മാടിത്തരം കാണിച്ചിട്ടാണ് ഇവർ ജയിലിലോട്ട് പോകുന്നത്. അങ്ങനെ ഒരു പക്ഷേ അങ്ങനെ കാണിച്ചവർക്ക് പിന്നെ ആ ഒരു സ്ഥാനത്തിന് അർഹനല്ല അങ്ങനെയുള്ളവർ. പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും ഇനി ഏത് മന്ത്രിമാരാണെങ്കിലും അങ്ങനെയുള്ളവരെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം. അന്നേരം ആകെ 30 ദിവസമാണ്. 31ാമത്തെ ദിവസം അവർ സ്ഥാനം തെറിക്കും. എന്തായാലും നല്ലൊരു കാര്യമാണ്, നല്ലൊരു ബില്ലാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. അതിനെ പ്രതിപക്ഷത്തിനകത്ത് ചില ആൾക്കാർ അനുകൂലിക്കുന്നുണ്ട് കേട്ടോ. ഈ ശശി തരൂർ അദ്ദേഹം ഈ ഒരു ബില്ലിനെ അനുകൂലിച്ചിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ ഭാരതത്തിൽ അനിവാര്യമായ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. BJP സർക്കാർ, മോദി സർക്കാർ അത് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 2014 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭാരതത്തിൽ മാറ്റം കൊണ്ടുവരേണ്ട ഏതാണ്ട് ഒരുപാട് കാര്യങ്ങൾ BJP കൊണ്ടുവന്നിട്ടുണ്ട്. അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുമുണ്ട്. അതിൻ്റെ അംഗീകാരം ഭാരതത്തിനും അതുപോലെ തന്നെ ഭരണത്തിൻ്റെ ഇപ്പോഴത്തെ നരേന്ദ്രമോദിക്കും അതുപോലെ ഇവിടുത്തെ ഓരോ പൗരനും അതിൻ്റെ ഒരു അംഗീകാരം ലോകരാജ്യങ്ങളിലും എല്ലായിടത്തും കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും എല്ലായ്പ്പോഴും പോലെ പ്രതിപക്ഷം ഇതിനെ എതിർക്കുക. ഇനിയിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ വേണമെങ്കിൽ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് ഉപരോധവും കൃഷിഭവൻ ഉപരോധവും ഒക്കെ കാണും. അവരെ കൊണ്ട് അതൊക്കെ പറ്റത്തുള്ളവർ അങ്ങനെയൊക്കെ ഉപരോധിക്കട്ടെ. എന്തായാലും ഈ ബില്ല് എത്രയും വേഗം പാസ്സാക്കി ഇത് സെറ്റാക്കുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് മിക്കവാറും ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി ഒരുപക്ഷെ അത്ര വരെ പോകത്തില്ല. കാര്യം ഇലക്ഷനൊക്കെ അടുത്ത് വരുമല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറേ സംഭവങ്ങൾ നമുക്ക് ഭാരതത്തിൽ കാണാൻ പറ്റും. തെറ്റ് ചെയ്താൽ ആരായാലും ശിക്ഷിക്കപ്പെടണം, അത് വേറെ കാര്യം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു വീഡിയോയുമായി ഇനിയും കാണാം. ജയ് ഹിന്ദ്.